ആവണി നടന്നു നീങ്ങുമ്പോൾ അഞ്ജുവിൻ്റെ ക്യാബിൻ കാണവേ അവളുടെ ഉള്ളിൽ സങ്കടം എറിച്ചു കയറുകയായിരുന്നു. കാരണം അനാഥത്തിൽ നിന്ന് താൻ അനാഥയാണ് എന്നുള്ളൊരു അനുഭൂതി വരാതെ തന്നെ പൊതിഞ്ഞു പിടിച്ചിരുന്ന ഒരു രക്ഷാകവചമായിരുന്നു അവൾ. അവൾ ഇനിയില്ല, ഇനി താൻ ആരോട് തൻ്റെ വിഷമങ്ങൾ പറയും, ആരോട് സംസാരിക്കും, ആരെ വിളിക്കും, ആരോടൊപ്പം കഴിക്കും എന്നുള്ള ചിന്തകളായിരുന്നു ഒരു വശത്ത്. മറുവശത്ത് വെറും അന്വേഷണത്തിനാണ് വന്നിരുന്നെങ്കിൽ എന്തിന് തന്നോടൊരു പ്രേമ നാടകം നടിച്ചു, തന്നെ എന്തിനു മോഹിപ്പിച്ചു, തൻ്റെ കഴുത്തിൽ എന്തിനീ താലി ചാർത്തി എന്നുള്ളൊരു ചോദ്യവും. അവൾ ആരോടും ഒന്നും പറയാതെ കമ്പനിയിൽ നിന്ന് ഇറങ്ങി. അവൾ കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് അവളെയും കാത്ത് ഒരാൾ അവിടെ നിൽക്കുന്നത് അവൾ കണ്ടത്. കമ്പനിയുടെ മുമ്പിൽ അവളെയും കാത്ത് നിൽക്കുന്ന ആളെ കണ്ടതും ആവണിയുടെ കണ്ണിൽ നിന്ന് കണ്ണീർ തോരാതെ ഒഴുകാൻ തുടങ്ങി. അവൾ ഓടിപ്പോയി അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അമ്മച്ചിയായിരുന്നു അത്. അമ്മച്ചി, എല്ലാവരും കൂടെ എന്നെ ചതിക്കായിരുന്നു. ആർക്കും എന്നോട് ഒരു സ്നേഹവും ഇല്ല. എനിക്കായിട്ട് ആരുമില്ല. ഞാൻ ശരിക്കും അനാഥത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവളാ. പക്ഷെ എന്തിനാ ദൈവം എന്നോട് മാത്രം ഇങ്ങനെ കാണിക്കുന്നത്? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ശരിക്കും ആരുമില്ലാത്ത ഈ ലോകത്ത് ഒറ്റയ്ക്കായ പോലെ തോന്നുക എനിക്ക്. പേടിയാവോ അമ്മച്ചി? എനിക്ക് ആരെ വിശ്വസിക്കണം, ആരെ? എനിക്കൊന്നും അറിയൂല. എന്തിനാ ഇച്ചായനും ദീപക്കും അഞ്ജുവും ഒക്കെ എന്നെ ചതിച്ചത്? കൂടെ കൊണ്ടുപോകും നടന്ന് ചതിക്കാനാണെങ്കിൽ എന്തിനാ അവരൊക്കെ എന്നെ സ്നേഹിച്ചത് എന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞു, അമ്മച്ചിയുടെ നെഞ്ചിൽ തലവെച്ചുകൊണ്ട്. അമ്മച്ചിക്ക് എന്തു പറയണം, എന്തു പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കണം എന്നറിയില്ലായിരുന്നു. അവളുടെ മുടി തഴുകിക്കൊണ്ടിരുന്നു. അവൾ കരയിനോടൊപ്പം അമ്മച്ചിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നുണ്ടായിരുന്നു. ആവണി കടന്നു പോകുന്ന ഭീകരാവസ്ഥ എന്തെന്ന് അമ്മച്ചിക്കറിയാലോ. സ്നേഹിക്കുന്നവർ നമ്മളെ ചതിച്ചു എന്നറിയുമ്പോൾ ഉള്ള വേദനയുടെ ആഴം ഒരുപാടാണ്. മോളെ പോട്ടെ, എൻ്റെ കുഞ്ഞിങ്ങനെ കരയല്ലേ. ഈശോ ഇതിനെല്ലാം ഒരു വഴി കാണിച്ചിട്ടുണ്ടാവും. എൻ്റെ കുഞ്ഞിങ്ങനെ സങ്കടപ്പെടല്ലേ എന്ന് പറഞ്ഞ് അമ്മച്ചി അവളെയും കൊണ്ട് അമ്മച്ചിയുടെ കാറിൻ്റെ അടുത്തേക്ക് എത്തി. നടന്നു നീങ്ങുമ്പോഴും അമ്മച്ചിയുടെ കൈ അവൾ വിടുന്നുണ്ടായിരുന്നില്ല. ഇനി അമ്മച്ചിയും കൂടി തന്നെ വിട്ടു പോകുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു അവൾക്ക്. കാറിൽ കയറിയ ശേഷം അമ്മച്ചിയുടെ ഷോൾഡറിൽ തലചായ്ച്ചുകൊണ്ട് അവൾ വീണ്ടും വീണ്ടും പൊട്ടിക്കരഞ്ഞു. നഷ്ടപ്പെട്ടത് അത്രത്തോളം വലുതായിരുന്നില്ല അവൾക്ക്. സൗഹൃദമായാലും പ്രണയമായാലും അത് രണ്ടും നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന വലുതാണ്. ഇവിടെ ആവണിക്ക് അത് രണ്ടും ഒരുമിച്ച് നഷ്ടപ്പെട്ടു, അതും അവളെ പറ്റിച്ചുകൊണ്ട്. അതെല്ലാം ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി അവൾ. കണ്ണുനീർ കണ്ണിൽ ബാക്കിയില്ലെന്ന് തന്നെ പറയാം. ഇതേസമയം അഞ്ജു അവളുടെ ആഡംബര വീട്ടിലേക്ക് എത്തി. വില കൂടിയ കാറിൽ നിന്ന് അവൾ ഇറങ്ങി ഉമ്മറത്തേക്ക് വന്നു. ഉമ്മറത്ത് അവളെ സ്വീകരിക്കാനായി അവളുടെ അച്ഛൻ പ്രഭാകരൻ. അവള് കയറിയ പാടെ അവളുടെ അച്ഛൻ പ്രഭാകരൻ അവളോട് ചോദിച്ചു, തോറ്റുപോയല്ലേ മോള്? സാരമില്ല, നമുക്ക് ഇനിയും വരും അവസരങ്ങൾ എന്ന്. അത് കേട്ടതും ചുവന്ന മിഴികളോടെ അയാളെ നോക്കി. എന്നിട്ട് അവൾ റൂമിലേക്ക് കയറിപ്പോയി. മോളുടെ അവസ്ഥയോ, എന്താണ് അവൾക്ക് ഡേവിഡിൻ്റെ ഓഫീസിൽ സംഭവിച്ചെന്നോ അതൊന്നും അയാൾക്ക് അറിയേണ്ട ആവശ്യമില്ലായിരുന്നു. അയാൾ ശത്രുവിനെതിരെ എറിയാനുള്ള അടുത്ത ആയുധം എന്തെന്നും അതിൻ്റെ അവസരങ്ങളെക്കുറിച്ചുമാണ് മകളോട് സംസാരിച്ചത്. നല്ലൊരു അച്ഛനാണ് അദ്ദേഹമെന്ന് ഈ സന്ദർഭത്തിൽ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. റൂമിലെത്തിയ അഞ്ജു ഡോർ ക്ലോസ് ചെയ്ത ശേഷം റൂമിലെ സാധനങ്ങളെല്ലാം വലിച്ചെറിയാൻ തുടങ്ങി. ഭ്രാന്ത് പിടിച്ച പോലെ അലറാൻ തുടങ്ങി. ഈ ശബ്ദങ്ങളെല്ലാം താഴെയും കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആരും മുകളിലേക്ക് പോയില്ല. അവളുടെ പ്രശ്നം എന്തെന്ന് ചോദിച്ചില്ല. അവളുടെ വിഷമങ്ങളും സങ്കടങ്ങളും അറിയാൻ ആരും ശ്രമിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അവളുടെ അച്ഛൻ പ്രഭാകരൻ പോലും. അയാൾക്ക് പണം മാത്രമായിരുന്നു ഏറ്റവും വലുത്, മകളേക്കാൾ കൂടുതൽ. അഞ്ജു നിലത്തിരുന്ന് കൈകൊണ്ട് 3-4 തവണ ഓങ്ങി തറയിലടിച്ചു. മുടിയെല്ലാം അലങ്കോലമായി ആകെ ഒരുമാതിരി അവസ്ഥയിലായിരുന്നു അവൾ. അവളുടെ മുമ്പിൽ കരഞ്ഞു കലങ്ങി തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആവണിയുടെ മുഖവും താൻ അവളോട് പറഞ്ഞ വാക്കുകൾ മാത്രമായിരുന്നു. അവൾ പറഞ്ഞെങ്കിലും
അത് ഡേവിഡിനോട് ജയിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അത് ആവണിയേക്കാൾ കൂടുതൽ അഞ്ജുവിനെ വേദനിപ്പിച്ചിരുന്നു. അഞ്ജു എത്രയൊക്കെ ദുഷ്ടയാണെന്ന് പറഞ്ഞാലും അവൾ ആവണിയോട് കാണിച്ച സ്നേഹം ആത്മാർത്ഥമുള്ളതായിരുന്നു. അവൾ പോലും അറിയാതെ ആവണി അവളുടെ ആത്മാർത്ഥ സുഹൃത്തായി മാറിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്നുള്ള ഈ അകൽച്ച രണ്ടാൾക്കും സഹിക്കാൻ പറ്റാത്ത തരത്തിലായിരുന്നു. അങ്ങനെ അമ്മച്ചിയുടെ കാറ് ആവണിയുടെ വീടിൻ്റെ ഉമ്മറത്തേക്ക് എത്തി. പതിയെ കാറിൽ നിന്ന് ഇറങ്ങി വീടും പരിസരവും അതെല്ലാം അവൾക്ക് അപരിചിതമാണെന്ന് തോന്നിപ്പോയി. അവിടെയെല്ലാം ഒരു നിശബ്ദത തളം കെട്ടി നിൽക്കുന്ന പോലെ. അവൾ ഇറങ്ങി. അമ്മച്ചി ഡോറ് തുറന്നു. വീടിൻ്റെ ഉള്ളിലേക്ക് നടന്നു നീങ്ങി അവളുടെ കണ്ണുകളിൽ ചുമരിൽ തൂക്കിയിട്ട അഞ്ജുവിൻ്റെയും അവളുടെയും ചിത്രങ്ങളിൽ ചെന്നെത്തിച്ചു. അത് കാണാതെ അവളുടെ നെഞ്ചിലൂടെ ഒരു കത്തി കുത്തി പോലെ തോന്നിപ്പോയി. അവളുടെ ചുണ്ട് വിതുമ്പാൻ തുടങ്ങി. ഇനി ഈ സ്നേഹം, കരുതൽ ഒന്നും തനിക്ക് കിട്ടില്ലല്ലോ എന്നോർത്ത്. അല്ല, കിട്ടിയതൊന്നും ആത്മാർത്ഥമല്ലല്ലോ എന്നോർത്തുപോയി. ഒരിക്കൽ ബോട്ടിങ്ങിന് പോയപ്പോൾ ബോട്ടിൽ നിന്ന് കാൽവഴുതി വീണ തന്നെ നീന്തൽ പോലും അറിയാതെ അവൾ രക്ഷപ്പെടുത്തി. അന്ന് അവൾ തന്നെ കുറേ കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നുവരെ കാണാത്ത മറ്റൊരു അഞ്ജുവായിരുന്നു ആവണി അവിടെ കണ്ടത്. നീന്തൽ അറിയാഞ്ഞിട്ടും സ്വന്തം ജീവന് പോലും വില കൊടുക്കാതെ തന്നെ രക്ഷിച്ച തൻ്റെ സുഹൃത്തിൻ്റെ മറ്റൊരു മുഖം കണ്ടതിൻ്റെ അങ്കലാപ്പായിരുന്നു അവൾക്ക്. അതെല്ലാം അസത്യമാണെന്ന് വിശ്വസിക്കാൻ അവൾക്ക് ആയില്ല. അപ്പോഴാണ് അവൾ ടേബിളിൻ്റെ മുകളിൽ ഇരിക്കുന്ന തൻ്റെ നീല സാരി കണ്ടത്. താൻ ജീവന തുല്യം സ്നേഹിച്ച ആള് തനിക്ക് സമ്മാനിച്ച ആ സാരി. തനിക്ക് കഴിഞ്ഞ 2 മണിക്കൂർ മുമ്പ് ആ ടേബിളിൻ്റെ അടുത്തേക്ക് പ്രിയപ്പെട്ടത് സാരി എടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതിൽ ഡേവിഡിൻ്റെ ഗന്ധം ഉള്ള പോലെ അവൾക്ക് തോന്നി. ഒരു 4 ദിവസം മുമ്പ് വരെ ഡേവിഡിനോടൊപ്പം ചെലവഴിച്ച സമയങ്ങളെല്ലാം അവളുടെ കൺമുന്നിലൂടെ ഓടിമറഞ്ഞു. ആദ്യമായി ഡേവിഡിനെ കണ്ടത്, തന്നെ PA നിയമിച്ചത്, ഒരുമിച്ച് യാത്ര ചെയ്തത്, പനിച്ച് വിറച്ചു കിടന്ന സമയത്ത് തൻ്റെ ദേഹത്തിന് ചൂട് പകർന്നതും ആശ്വാസമായതും, എല്ലാത്തിനുമുപരി തൻ്റെ കഴുത്തിൽ ഈ ചാലി ചാർത്തിയതും, അങ്ങനെ എല്ലാം. അവളുടെ ജീവിതത്തിൽ അവൾ സുന്ദരം എന്ന് കരുതിയ എല്ലാ ഓർമ്മകളും അവൾക്ക് വെറുക്കപ്പെട്ടതായിരിക്കുന്നു. അല്ല, ഒരു പേടി സ്വപ്നം എന്ന് തന്നെ പറയാം. അവളെ ചതിച്ചവർ അവൾക്ക് നൽകിയ പേടി സ്വപ്നം. അവയെല്ലാം അവളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്കത് അരോചകമായി തോന്നിത്തുടങ്ങി. ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥ എന്ന് തന്നെ പറയാം. അവൾക്ക് അവിടെ നിൽക്കുമ്പോൾ ശ്വാസം കിട്ടാത്ത പോലെ തോന്നിപ്പോയി. അവൾ വേഗം ഉമ്മറത്തേക്ക് ഓടി, ഒരു പ്രാന്തി എന്ന പോലെ. അവൾ ഓടിയതിന് പിന്നാലെ അമ്മച്ചിയും ഓടി. പെട്ടെന്നാണ് എതിർവശത്ത് നിന്ന് ഒരു കാർ ചീറിപ്പാഞ്ഞ് ആവണിക്ക് നേരെ വന്നത്. ബാക്കി എന്താ സംഭവിക്കാന്ന് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.